Today we will be discussing fundamental Cutset matrix. Last video we will Cutset matrix എന്താണെന്ന് പറഞ്ഞു. Cutset is nothing but a set of edges. ആ എഡ്ജസിനെ നമ്മൾ ഗ്രാഫിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. അങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് എഡ്ജിനെയാണ് നമ്മൾ കട്ട്സെറ്റ്സ് എന്ന് പറഞ്ഞിരുന്നത്. ഇനി അതിൽ തന്നെ ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്പാനിങ് ട്രീ കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ്സ് ഡിഫൈൻ ചെയ്യാൻ. ഈ സ്പാനിങ് ട്രീയിലുള്ള ഓരോ ബ്രാഞ്ചിൻ്റെ കൂടെയും അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പാനിങ് ട്രീയിൽ എത്ര ബ്രാഞ്ചസ് ഉണ്ടോ അത്രയും ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ് മെട്രിക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. സോ കട്ട്സെറ്റ് മെട്രിക്സിൽ ഒരുപാട് റോസ് ഉണ്ടാവും. അതിൽ ഓരോ റോയും ഓരോ കട്ട്സെറ്റിനെ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ മെട്രിക്സിനുള്ളിൽ റിഡൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള റോസ് ഉണ്ടാകും. റിഡൻഡൻ്റ് റോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാവുന്ന റോസിനെയാണ് റിഡൻഡൻ്റ് റോസ് എന്ന് പറയുന്നത്. പക്ഷേ ബാക്കിയുള്ള റിമൈനിങ് റോസിൽ നിന്ന് നമ്മൾ ഈ ഒഴിവാക്കിയ റോസിനെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, ഏതർ ബൈ റിങ്സും അല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ വഴി. നമ്മൾ സർക്യൂട്ട് മെട്രിക്സിൻ്റെ കേസിലും ഇതേ പ്രോപ്പർട്ടി പറഞ്ഞിരുന്നു. നമുക്കതിൽ ബേസിക് അല്ലെ ഫണ്ടമെൻ്റൽ സർക്യൂട്ട്സിനെ മാത്രം റീറ്റെയിൻ ചെയ്തിട്ട് ബാക്കിയുള്ള റോസിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ മെട്രിക്സിൽ അതിന് യാതൊരു എഫക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഒഴിവാക്കിയ റോസിനെ നമുക്ക് എക്സിസ്റ്റിംഗ് റോസ് ഉപയോഗിച്ച് റീക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്യാനോ പറ്റും. അപ്പോൾ അതേ പ്രോപ്പർട്ടി നമ്മുടെ കട്ട്സെറ്റ് മെട്രിക്സിൻ്റെ കേസിലും ഹോൾഡ് ചെയ്യും. അപ്പോൾ കട്ട്സെറ്റ് മെട്രിക്സിൽ റിഡൻഡൻ്റ് ആയിട്ടുള്ള റോസിനെ നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബേസിക് കട്ട്സെറ്റ്സിനെ മാത്രം റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സാണ് ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ് മെട്രിക്സ്. നമ്മുടെ കട്ട്സെറ്റ് മെട്രിക്സിനെ നമ്മൾ സി ഉപയോഗിച്ചായിരുന്നു ഡിനോട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ് ആയതുകൊണ്ട് CF ഉപയോഗിച്ച് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ് മെട്രിക്സ് CF ഓഫ് എ കണക്റ്റഡ് ഗ്രാഫ് G വിത്ത് E എഡ്ജസ് ആൻഡ് N വെർട്ടീസസ്. നമ്മുടെ കയ്യിൽ ഒരു കണക്റ്റഡ് ഗ്രാഫ് ഉണ്ട് G, അതിൽ N വെർട്ടീസ് ഉണ്ട്, E എഡ്ജസ് ഉണ്ട്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ ഇറ്റ് വിൽ ബി n-1/E സബ് മെട്രിക്സ് ഓഫ് C എന്ന് പറഞ്ഞാൽ നമ്മളുടെ C എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ കട്ട്സെറ്റ് മെട്രിക്സ് ആണ്. അതിൻ്റെ ഒരു സബ് മെട്രിക്സ് ആയിരിക്കും നമ്മൾ ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ് മെട്രിക്സ്. പിന്നെ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു n-1/E. ഈ നമ്മളുടെ കട്ട്സെറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മളത് വിത്ത് റെസ്പെക്ട് ടു സം സ്പാനിങ് ട്രീ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി N വെർട്ടീസ് ഉള്ള ഒരു ഗ്രാഫിൽ ഒരു സ്പാനിങ് ട്രീ വരച്ച് കഴിഞ്ഞാൽ അതിൽ n-1 എഡ്ജസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ n-1 എഡ്ജസ് ഉണ്ടെങ്കിൽ അതിൽ n-1 ബ്രാഞ്ചസ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഓരോ ബ്രാഞ്ചിൻ്റെ കൂടെ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും, ഒരു ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ n-1 ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ n-1 ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ്സും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ മെട്രിക്സിൻ്റെ ഡയമെൻഷനിൽ n-1/E എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ n-1 റോസ് ആൻഡ് E കോളംസ്. അപ്പോൾ n-1 റോസ് n-1 ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പാനിങ് ട്രീയിലെ ഓരോ ബ്രാഞ്ചിൻ്റെ കൂടെയും ഓരോ ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ സ്പാനിങ് ട്രീയിൽ n-1 ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ n-1 ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ CF എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ് മെട്രിക്സിൽ n-1 റോസും ഉണ്ടാവും, E കോളംസും ഉണ്ടാവും, such that the rows correspond to the set of fundamental cutsets with respect to some spanning tree. നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഇതിൻ്റെ അകത്ത് എഡ്ജസ് ABCDEFGH ഇത്രയും എഡ്ജസ് ഉണ്ട്. 5+3 8 എഡ്ജസ് ഉണ്ട്. ഇനി നമ്മളെ CF എന്ന് പറഞ്ഞ ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ് മെട്രിക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് 3 കോളംസ് ചെക്ക് ചെയ്യുക. നമ്മളുടെ സ്പാനിങ് ട്രീ ആദ്യം നമ്മളിതിൽ ഡാർക്കൻഡ് ആയിട്ടുള്ള അല്ലെ ബോൾഡ് ആയിട്ടുള്ള ലൈൻസാണ് സ്പാനിങ് ട്രീ. അപ്പോൾ A സ്പാനിങ് ട്രീയിലുണ്ട്, E ഉണ്ട്, H ഉണ്ട്, F ഉണ്ട്, G ഉണ്ട്. അപ്പോൾ അതെല്ലാം ബ്രാഞ്ചസ് ആണ്. സ്പാനിങ് ട്രീയിൽ ഇല്ലാത്ത എഡ്ജസ് ദാറ്റ് ഈസ് B, C ആൻഡ് D, ഇത് മൂന്നുമാണ് കോഡ്സ്. അപ്പോൾ നമ്മൾ മെട്രിക്സ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ 3 കോളത്തിൽ വരേണ്ട, 3 നല്ല എത്ര കോളംസിലാണെങ്കിലും വരേണ്ടത്, എത്ര കോഡ്സ് ഉണ്ടോ അതായിരിക്കും നമ്മളുടെ ഫസ്റ്റ് കോളംസിൽ വരേണ്ടത്. അപ്പോൾ N കോഡ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് N കോളംസ് ഇൻ ദി മെട്രിക്സ് എന്തായിരിക്കണം, ആ കോഡ്സ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് BCD എന്ന് പറഞ്ഞാൽ 3 കോഡ്സ് ഉണ്ട്. അതുകൊണ്ട് BCD എന്ന് പറഞ്ഞാൽ 3 കോളംസാണ് ഫസ്റ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അതിനെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ സ്പാനിങ് ട്രീയിലെ ബ്രാഞ്ചസിനെ ബാക്കിയല്ല, ദാറ്റ് ഈസ് A ഉണ്ട്, B ഇവിടെ പോയി, C ഇവിടെ പോയി, D ഇവിടെ പോയി, ദെൻ EFG ആൻഡ് H. സോ ദിസ് ഈസ് ഹൗ നമ്മൾ എഡ്ജസിനെ അറേഞ്ച് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഓരോ റോയും എന്തിനായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്, നമ്മളുടെ ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ്സിനെ ഓരോന്നിനായിരിക്കും ഡിനോട്ട് ചെയ്യുക. ഇപ്പോൾ സ്പാനിങ് ട്രീയിലെ ബ്രാഞ്ചസ് ആണ് A മുതൽ H വരെ. ഈ 3 അതിലില്ലാത്ത എഡ്ജസ്, അതായത് കോഡ്സ്. ഇനി നമ്മൾ ഓരോ ബ്രാഞ്ചിൻ്റെ കൂടെ നമുക്ക് എന്താ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ബ്രാഞ്ച് ഏതാണോ ഈ ബ്രാഞ്ച് വഴി ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ് ആയിരിക്കും നമ്മളുടെ ഫസ്റ്റ് റോയിൽ കാണുന്നത്. അപ്പോൾ A എന്ന് പറയുന്ന എഡ്ജ് ജനറേറ്റ് ചെയ്യുന്ന, A എന്ന് പറഞ്ഞ ബ്രാഞ്ച് ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ കട്ട്സെറ്റാണ് നമ്മളുടെ ഫസ്റ്റ് റോ. അപ്പോൾ A എന്ന് പറഞ്ഞ ബ്രാഞ്ച് നോക്കുക. ഇവിടെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടമെൻ്റൽ കട്ട്സെറ്റ് ഏതാണ്,
ഈ എയും ബിയും കൂടുന്നൊരു ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ്. അപ്പോൾ ഈ രണ്ട് എഡ്ജസിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റായി, ഇത് വെർട്ടെക്സ് സെപ്പറേറ്റായി. സോ ദാറ്റ് മീൻസ് ഒരു ബ്രാഞ്ചും ഒരു കോഡുമാണ് അതിനുള്ളിലുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് ബ്രാഞ്ച് ജനറേറ്റ് ചെയ്യുന്ന കട്ട് സെറ്റാണ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ്. അപ്പോൾ എ ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ കട്ട് സെറ്റാണ് നമ്മളെ ഫസ്റ്റ് റോ. അപ്പോൾ അതിനുള്ളിൽ ഏതൊക്കെ എഡ്ജസ് ഉണ്ട്? എയും ഉണ്ട് ബിയും ഉണ്ട്. അതുകൊണ്ട് എയ്ക്കും 1 ബിക്കും 1, ബാക്കിയെല്ലാം 0. ഇനി സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ബ്രാഞ്ചിനെയാണ് നമ്മൾ നോക്കേണ്ടത്. സെക്കൻഡ് ബ്രാഞ്ച് ഈസ് ഇ. അപ്പോൾ ഇ എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ ബ്രാഞ്ച്. ഇനി ഇ ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് ഏതാണോ അതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. ഈ ഉപയോഗിച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയും സിയും കൂടി ഒരു ഫണ്ടമെൻ്റൽ കട്ട് സെറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇ എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ചും ഇവിടെ ഒരു കോഡും. അപ്പോൾ ഒരു ബ്രാഞ്ചും എത്രയെങ്കിലും കോഡ്സും കൂടി വരുമ്പോഴാണ് ഒരു ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് ഡിഫൈൻ ആവുന്നത്. അപ്പോൾ ഒരു ബ്രാഞ്ച് ഒരു ഫണ്ടമെൻ്റൽ കട്ട് സെറ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇ എന്ന് പറയുന്ന ബ്രാഞ്ചും സി എന്ന് പറയുന്ന കോഡും കൂടി ഒറ്റ സെറ്റാക്കി ഒരു കട്ട് സെറ്റ്, ഒരു ഫണ്ടമെൻ്റൽ കട്ട് സെറ്റായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബ്രാഞ്ച് ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ കട്ട് സെറ്റായിരിക്കും നമ്മളുടെ സെക്കൻഡ് റോ. അതായത് സിയും ഉണ്ട് ഇയും ഉണ്ട്. സോ സിയിലും 1 ഇയിലും 1. ഇനി തേർഡ് വൺ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 2 ബ്രാഞ്ചസ് നമ്മൾ കൺസിഡർ ചെയ്തു. സോ നെക്സ്റ്റ് ബ്രാഞ്ച് ഈസ് എഫ്. ഇനി എഫിൻ്റെ കേസിലാണെങ്കിൽ എഫ് ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ കട്ട് സെറ്റാണ് നമ്മൾ നെക്സ്റ്റ് റോയിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എഫും ഡിയും ഇതൊരു ബ്രാഞ്ചാണ്, ഇതൊരു കോഡാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണം നമുക്കൊരു കട്ട് സെറ്റായിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ കട്ട് സെറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഫണ്ടമെൻ്റൽ ആവുന്ന എന്തുകൊണ്ടാണ്? അതിൽ ഒരു ബ്രാഞ്ചും ഒരു കോഡുമാണ് അതിലുള്ളത്. ഒരു ബ്രാഞ്ച് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് ആവാൻ വേണ്ട പ്രോപ്പർട്ടി. കോഡ്സിൻ്റെ എണ്ണം 1 അതിൽ കൂടുതലോ ആയാലും കുഴപ്പമൊന്നുമില്ല. സോ എഫും ഡിയും ആണ് ഈ തേർഡ് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റിലുള്ളത്. അതുകൊണ്ട് തേർഡ് റോയിൽ ഡിക്കും എഫിനും 1. ഇനി 3 ബ്രാഞ്ചസിനെ കൺസിഡർ ചെയ്തു. നെക്സ്റ്റ് ബ്രാഞ്ച് ഈസ് ജി. അപ്പോൾ ഇതാണ് ജി എന്ന് പറയുന്നത്. ഇനി ജി എന്ന് പറഞ്ഞ ബ്രാഞ്ച് ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ കട്ട് സെറ്റാണ് നെക്സ്റ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ 3 എഡ്ജസ്, അതായത് സി ജി ഡി, ഇത് 3 കൂടെ കൂടി കഴിഞ്ഞാൽ ദിസ് ഈസ് എ ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് ജനറേറ്റഡ് ബൈ ജി. അപ്പോൾ ജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചേ അതിലുള്ളൂ, പക്ഷേ അതിൽ 2 കോഡ്സ് ഉണ്ട്, ഒന്ന് സിയും ഒന്ന് ഡിയും. ഒന്നിൽ കൂടുതൽ കോഡ്സ് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒരു ബ്രാഞ്ചേ ഒരു ഫണ്ടമെൻ്റൽ കട്ട് സെറ്റിൽ ഉണ്ടാവാൻ പാടുള്ളൂ. സോ ഈ ജി എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ബ്രാഞ്ച് ഉണ്ട്, ബാക്കിയുള്ള സിയും ഡിയും കോഡ്സും ഉണ്ട്. സോ ജി ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ സി ഡി ജി. അതുകൊണ്ട് സിക്കും ഡിക്കും ജിക്കും 1. ഇനി ലാസ്റ്റ് വൺ ഇസ് എച്ച്. ലാസ്റ്റ് ബ്രാഞ്ചാണ് എച്ച് സ്പാനിങ് ട്രീയിലെ. അപ്പോൾ എച്ച് ഉപയോഗിച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എന്ന് പറയുന്നതായിരിക്കും ഈ എച്ച് തന്നെ ഒരു ഫണ്ടമെൻ്റൽ കട്ട് സെറ്റാണ്. ഒരു ബ്രാഞ്ച് ഉണ്ട്, അതിൽ കോഡ്സ് ഒന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ റെപ്രസെൻറ്റേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എച്ചിന് മാത്രം 1 ഉണ്ടാവും. അപ്പോൾ ദിസ് ഈസ് ഹൗ ദ കട്ട് സെറ്റ് മെട്രിക്സ്, അല്ലെ ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് മെട്രിക്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനുള്ളിൽ നമ്മൾ മെട്രിക്സിനെ 2 ഹാഫായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ എന്താണ്? ആദ്യം വരുന്ന എല്ലാം കോഡ്സ്, പിന്നെ ഫോളോ ചെയ്ത് വരുന്ന എല്ലാം ബ്രാഞ്ചസ്. ഇനി സെക്കൻഡ് പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് ആൻ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഉണ്ടല്ലോ, ഡയഗണൽസിൽ മാത്രം 1 വരുന്നു. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കണം? ഇറ്റ്സ് ഓർഡർ വിൽ ബി n-1, അല്ലെങ്കിൽ സ്പാനിങ് ട്രീയിൽ എത്ര ബ്രാഞ്ചസ് ഉണ്ടോ അതായിരിക്കും അതിൻ്റെ ഓർഡർ. അപ്പോൾ ഇവിടെ നമുക്ക് 5 ബ്രാഞ്ചസ് ഉള്ളതുകൊണ്ട് I5 ആണ് നമ്മളുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ ഈ സി എഫ് എന്ന് പറഞ്ഞ മെട്രിക്സിനെ 2 ഹാഫാക്കി നമുക്ക് വേണമെങ്കിൽ പറയാം. ഹാഫ് എന്നല്ല, 2 പാർട്ടാക്കി പറയാം. സോ ഫസ്റ്റ് പാർട്ട് നമ്മുടെ കോഡ്സിന് വേണ്ടി, ഈ സെക്കൻഡ് പാർട്ട് ബ്രാഞ്ചസിന് വേണ്ടി. അപ്പോൾ ഈ ബ്രാഞ്ചസിന് വേണ്ടി വരുന്ന പോർഷനെ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഓഫ് ഓർഡർ n-1. സോ ഒരു ഫണ്ടമെൻ്റൽ കട്ട് സെറ്റിനെ നമുക്ക് പാർട്ടീഷൻ ചെയ്യാം 2 സബ് മെട്രിക്സസ് ആയിട്ട്. അതിലൊന്ന് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ n-1, എത്ര എഡ്ജസ് അല്ലെങ്കിൽ എത്ര ബ്രാഞ്ചസ് ഉണ്ടോ അതാണ് ഈ in-1. പിന്നെ ഈ ഫസ്റ്റ് പോർഷനിലെ സി ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളുടെ ബാക്കിയുള്ള ഏതെല്ലാം എഡ്ജസ്, അതായത് കോഡ്സ്, സ്പാനിങ് ട്രീയിൽ ഇല്ലാത്ത എഡ്ജസ് ഏതെല്ലാം ആണോ, ആ സ്പാനിങ് ട്രീയിൽ ഇല്ലാത്ത എഡ്ജസിനല്ലേ കോഡ്സിൻ്റെ എണ്ണം എത്രയായിരിക്കും? E-n+1 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് E-n+1 കോളംസ് ഫോമിങ് സി ഇ കറസ്പോണ്ട് ടു ദി കോഡ്സ്. അപ്പോൾ എത്ര കോഡ്സ് ഉണ്ടോ അതാണ് E-n+1 എന്ന് പറയുന്ന കൗണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫിൻ്റെ നള്ളിറ്റി, അല്ലെങ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു E-n+1 അത്രയും കോളംസ് ആയിരിക്കും നമ്മളുടെ ഈ സി ഇ പോർഷനിലുണ്ടാവുക. ബാക്കിയുള്ള എല്ലാ കോളംസും, അല്ലെങ്കിൽ സ്പാനിങ് ട്രീയിലുള്ള എല്ലാ ബ്രാഞ്ചസും നമ്മളുടെ സെക്കൻഡ് പോർഷനിലും ഉണ്ടാവും. സോ സെക്കൻഡ് പോർഷൻ ഈസ് ആൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ n-1. സോ ദാറ്റ്സ് ഓൾ ഓഫ് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് മെട്രിക്സ്.